സുജേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാനിൽ ഒരു വമ്പൻ വ്യോമാക്രമണം നടന്നിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ടൈംസ് നൗ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാള മാധ്യമങ്ങളിലേക്ക് ഇത് എത്തിയില്ല. പതുക്കെ ഇങ്ങ് വരുന്നതേ ഉള്ളൂ. ഇനി എപ്പോഴാണ് എത്തുന്നതെന്ന് അറിയില്ല. എന്തായാലും ഈ വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടം പാകിസ്ഥാൻ ഉണ്ടായി എന്ന് കേൾക്കുന്നു. ഈ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ മരണപ്പെട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഗാസയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി വാദിക്കുന്ന ആൾക്കാരെയൊന്നും ഇവിടെയൊന്നും കുട്ടികൾ മരിക്കുമ്പോൾ കാണില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതായത് പാകിസ്ഥാൻ പുറത്താക്കിയ അഫ്ഗാനിസ്ഥാനികൾ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നു. ശൈത്യകാലം വരികയാണ്. കുട്ടികൾക്ക് ഭക്ഷണമില്ല, സ്ത്രീകൾക്ക് പുതച്ചു മൂടി കിടക്കാൻ കമ്പിളിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ അവർ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഭക്ഷണവുമില്ല. ഇന്ത്യ മാത്രമാണ് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. ഇന്ത്യ ഇനിയും കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ആ റിപ്പോർട്ട്. അതിനെക്കുറിച്ചൊന്നും ഇവിടെ ആരും വാചാലനാകുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ട പല പോസ്റ്റുകളുമാണ്. അതായത് എന്തിനാണ് ഇയാൾക്ക് ഇത് കൊടുത്തത്? ഗാസയിൽ ഇത്രയും കുട്ടികൾ മരിക്കുമ്പോൾ അതിന് ശബ്ദിക്കാത്തതിനാണോ ഇത് കൊടുത്തത്? എന്റെ കൂട്ടത്തിൽ പ്രകാശ് രാജ് ഒരു കമന്ററി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതിന് ഉത്തരവാദി നരേന്ദ്രമോദിയാണെന്ന്. ഇനി അതുകൂടെ മിച്ചമുള്ളൂ. എല്ലാം കൂടെ നരേന്ദ്രമോദിയുടെ തലയിലെടുത്ത് വെക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ പാകിസ്ഥാനിൽ നടന്നിരിക്കുന്ന ഈ വ്യോമാക്രമണം ആരാണ് നടത്തിയത്? എന്തിനാണ് ഈ വ്യോമാക്രമണം നടത്തിയത്? അവിടെ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ രക്ഷിക്കാൻ ഇനി ആരെ കൊണ്ട് സാധിക്കും? എന്താണ് ഈ വ്യോമാക്രമണത്തിന് പിന്നിൽ? കഴിഞ്ഞ 24 മണിക്കൂറിനകം ഒരു വലിയ സ്റ്റേറ്റ്മെന്റുകളും ചില ആക്രമണങ്ങളും ഈ പാക് അധിനിവേശ കാശ്മീരുമായി ബന്ധപ്പെട്ട് അതിനോട് അതിർത്തിയുമായി ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായി. അതിലൊന്നാമത്തത് ഇന്നലെ മൊറോക്കോയിൽ എത്തിയിരുന്ന ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞത്, പാക് അധിനിവേശ കാശ്മീരിൽ ഞാൻ 5 വർഷം മുമ്പ് പറഞ്ഞിരുന്നു അത് നമ്മുടേതാകും. അതായത് ഞങ്ങൾ ഇന്ത്യക്കാരാണെന്നും പറഞ്ഞവർ നമ്മളിലേക്ക് ലയിക്കുന്ന സമയം സമാഗതമാകും എന്ന് അദ്ദേഹം ഇന്നലെ ഒരിക്കൽ കൂടി അത് ആവർത്തിച്ചു. അതൊരു മുന്നറിയിപ്പ് പാകിസ്ഥാനായിട്ടാണ് ചില അന്തർദേശീയ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത്. പക്ഷെ ഇന്ന് രാവിലെ നേരം പുലർന്നു കഴിയുമ്പോഴേക്കും മറ്റൊരു വലിയ ദുരന്ത വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഖൈബർ പക്തൂൺ മേഖല. ഈ ഖൈബർ പക്തൂൺ മേഖലയുടെ വടക്കൻ അതിർത്തി എന്ന് പറയുന്നത് നമ്മുടെ പാക് അധിനിവേശ കാശ്മീരാണ്. ഗിൽജിത്തും ബാൾട്ടിസ്ഥാനും ഒക്കെയാണ്. ഒരു അതിർത്തി, പടിഞ്ഞാറൻ അതിർത്തി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനും, മറ്റൊന്ന് പഞ്ചാബ്, പാകിസ്ഥാൻ പഞ്ചാബും, ഒരു അതിർത്തി തെക്കൻ അതിർത്തി ബലൂചിസ്ഥാനുമാണ്. ഇതിൽ കിടക്കുന്ന ഒരു മേഖലയാണ്. 40 ലക്ഷത്തോളം ജനമുണ്ട് അവിടെ. ഗോത്രവർഗ മേഖലയാണ്. ഇവർക്ക് ചരിത്രപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അഫ്ഗാനിസ്ഥാനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു വിഭാഗമാണ് അവിടെ കിടക്കുന്ന ഗോത്രവർഗ വിഭാഗം. അതുകൊണ്ട് തന്നെ താലിബാനുമായിട്ട് അവർക്ക് വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. തെഹ്രിക്കെ താലിബാൻ അവരുടെ ഒരു നേരിട്ടുള്ള സംഘടന എന്ന് പറയുന്നില്ലെങ്കിൽ പോലും അവരുടേതാണ്, അതിൻ്റെ ഉള്ള ഇതില്ല. അതുകൂടാതെ തന്നെ 5 or 6 മതസംഘടനകൾ ഖൈബർ പക്തൂൺ മേഖലയിലുണ്ട്. അവരും താലിബാന്റെ ആശയങ്ങൾ താലിബാൻ ഒരു ആശയമാണല്ലോ, പിന്തുടരുന്ന വ്യക്തികളാണ്. അപ്പോൾ കഴിഞ്ഞ കുറെ കാലമായി ബലൂചിസ്ഥാനിലും ഖൈബർ പക്തൂൺ മേഖലയിലും വലിയ രീതിയിൽ തന്നെ സംഘർഷങ്ങൾ രൂക്ഷമാകുകയാണ്. പാക് പട്ടാളം നമുക്ക് ഓടുന്നതിൻ്റെ അനവധി വീഡിയോകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അവിടേക്കാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി അവിടുത്തെ മിത്ര തേര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തില് JF-17 എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൽ നിന്ന് 6ഓളം ബോംബുകളാണ് വർഷിച്ചതെന്നാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന കണക്ക്. 30 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. ചില വീടുകൾ ലക്ഷ്യം വെച്ചായിരുന്നു, കാരണം ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ അങ്ങനെയായിരുന്നല്ലോ, നമ്മൾ ചില കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു. അതേപോലത്തെ ഒരു മാതൃക ടെസ്റ്റ് ചെയ്താണോ ഇവിടെ മാധ്യമങ്ങൾ പറയുന്നത്. ഇവിടെ ഈ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. ചെറിയ ചെറിയ ക്ലിനിക്കുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും മരണസംഖ്യ ഉയരാം. ഒരുപക്ഷെ അത് 50 അതിന് മുകളിലോ ഒക്കെ ഉയരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഈ ഹോസ്പിറ്റൽ സംവിധാനം ഇല്ല എങ്കിൽ ഈ പരിക്ക് പറ്റിയവരെയൊക്കെ കൊണ്ടുപോവുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊരു നമ്മൾ എപ്പോഴും പറയാറുണ്ട് തെഹ്രിക്കെ താലിബാനും അവിടുത്തെ സംഘർഷങ്ങളും മറ്റുമൊക്കെ. കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു വാർത്തയായിരുന്നു പാക് അധിനിവേശം. നമ്മൾ ചെയ്തതാണത്. പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് ഭീകരർ ഖൈബർ പക്തൂൺ മേഖലയിലേക്ക് തമ്പടിക്കുന്നു, പലായനം. ഇത് പലായനം ചെയ്യുന്നതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ബുദ്ധിപൂർവ്വമായ ഒരു നീക്കം കൂടിയാണ് നടത്തിയത്. കാരണം അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന താലിബാൻ ഭരണകൂടത്തോട് താല്പര്യമുള്ള ഇല്ലെങ്കിൽ ചരിത്രപരമായും ബന്ധമുള്ള ആ ഖൈബർ പക്തൂൺ മേഖലയിലേക്ക് തന്നെ പാകിസ്ഥാന്റെ ഭീകര സംഘടനകളെ ജെയ്ഷെ മുഹമ്മദിനെ ലഷ്കർ-ഇ തോയ്ബയും കൂടെ മാറ്റുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ അവിടെ അക്രമം ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യം തന്നെ ആകണം. അതിന് വേണ്ടിയിട്ടൊരു കളമൊരുക്കലായിട്ട് തന്നെയാണ് കരുതുന്നത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ വളരെ അപൂർവമായിട്ടാണ് സ്വന്തം രാജ്യത്തിലെ ജനങ്ങളെ ബോംബിട്ട് കൊല്ലുന്ന ഒരു ഭരണകൂടം ഉള്ളത്. അങ്ങനെ ഒരു രാഷ്ട്രവും അങ്ങനെ സാധാരണ രീതിയിൽ ചെയ്യാറുണ്ടല്ലോ. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇട്ടിട്ടുണ്ട്. അത് വലിയ ഒരു സംഭവമാണ്. അതൊരു മാനുഷിക പരിഗണന അർഹിക്കുന്ന ഒരു കാര്യമേ അല്ല. അതാര് ചെയ്താലും, ഇന്ദിരാഗാന്ധി ചെയ്താലും ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ മുനീർ ചെയ്താലും ഒരേപോലത്തെ തെറ്റ് തന്നെയാണത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. കാരണം ഒരു രാജ്യത്ത് കൊണ്ടുവന്ന്
എന്താണ് അവരുടെ രാജ്യത്തെ സൈന്യം അവിടെ സൈനികമായ റെയ്ഡുകളും മറ്റുള്ള ഓപ്പറേഷൻസും നടക്കും. പക്ഷെ വ്യാപകമായ രീതിയിൽ ജനങ്ങളുടെ മുകളിൽ ബോംബിടുന്നതിന് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഇടണമായിരുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയൊക്കെ കൊണ്ട് ഇടണമായിരുന്നു. നമ്മുടെ സംവിധാനം അതിനേക്കാൾ പാകിസ്ഥാനെ പോലെയല്ല, കൃത്യമായി തന്നെ ഓരോ വീടും തകർക്കാൻ കഴിയുന്ന സംവിധാനം നമുക്കുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അത് ചെയ്തിരിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഇതുവരെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം. ഒരുപക്ഷെ പ്രതികരിക്കുമായിരിക്കും. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, പാകിസ്ഥാൻ എന്തിനൊക്കെയോ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം ഖൈബർ പക്തൂൺ മേഖലയും ബലൂചിസ്ഥാൻ മേഖലയും കഴിഞ്ഞ കുറെ കാലമായി പാകിസ്ഥാൻ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. ഈ ബലൂചിസ്ഥാൻ മേഖല ഈ പറയുന്ന ട്രംപിന് നൽകാം എന്ന് പാകിസ്ഥാൻ പറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റൊരു വാർത്ത കൂടി വന്നിരുന്നു. ഈ പാകിസ്ഥാനിൽ നിന്നും ചൈന കുറെ വിമാനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. ആ വിമാനം ഉടനെ കൊടുക്കണ്ട എന്ന് ചൈന തീരുമാനിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. എനിക്ക് തോന്നുന്നു JF-35 ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഏതായാലും അവിടെ ഇപ്പോൾ വ്യാപകമായ രീതിയിൽ ബോംബിങ് വലിയ രീതിയിലുള്ള, കാരണം ഈ ഒരു മേഖല സംഘർഷഭരിതമായ മേഖലയാണ്. 2014 ഈ താലിബാൻ സേന തന്നെ നേരിട്ട് എത്തിക്കിട്ട് ഈ പാകിസ്ഥാന്റെ ഒരു ആർമി പോസ്റ്റ് അടിച്ചു കളഞ്ഞു. 114 പേര് കൊല്ലപ്പെട്ടൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ താലിബാനുമായി നിരന്തര പാകിസ്ഥാൻ പട്ടാളം സംഘർഷം നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ പറയുന്ന ഖൈബർ പക്തൂൺ മേഖല. ഈ മേഖലയിലാണ് ഇപ്പോൾ താലിബാനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ മുകളിലേക്ക് പാകിസ്ഥാൻ കൊണ്ടുവന്ന് വ്യോമസേന കൊണ്ടുവന്ന് ബോംബിട്ടിരിക്കുന്നു. ചെറിയ കാര്യമല്ല, അത് വലിയ വാർത്ത തന്നെയാണ്. ഇപ്പൊ സൈനികർ ഭീകരരെ കൊല്ലുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വെടിവെക്കുന്നതോ എന്നുള്ളത് ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് ബോംബുകൾ വാരി വിതറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും ഇതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകും. കാരണം അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി കഴിഞ്ഞ കുറെ നാളുകളായിട്ട്, പ്രത്യേകിച്ച് ഈ അഭയാർത്ഥി പ്രവാഹവും ഒക്കെ ഉണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരെ പുറത്താക്കുന്ന ഒരു ശ്രമം പാകിസ്ഥാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രംപ് ബംഗ്ര പോർട്ട് വേണമെന്നും അഫ്ഗാനിസ്ഥാനെ വേണമെന്നും അതല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നൊരു മുന്നറിയിപ്പ് വ്യോമത്താവളം വേണമെന്നും, അപ്പോ ഇതിനെതിരെ അഫ്ഗാനിസ്ഥാൻ രംഗത്ത് നിന്ന് 1 ഇഞ്ച് മണ്ണും തരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ അമേരിക്കയോട് പോരാടിയിട്ടാണല്ലോ അവർ അധികാരം. അങ്ങനെ ഒരു നീക്കം നടക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ തെഹ്രീക്കെ താലിബാനെ ആക്രമിക്കാനുള്ള ഈ താലിബാനെ ഒന്ന് സമ്മർദ്ദത്തിലാകുന്ന ഒരു 2 വാർ ഫ്രണ്ട് തുറക്കാനുള്ള ഒരു ശ്രമമാണോ പാകിസ്ഥാൻ നടത്തുന്നത്? കാരണം പാകിസ്ഥാൻ ഇപ്പോ ഇവരുടെ കൂടെയാണല്ലോ, അമേരിക്കയുടെ കൂടെയാണല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും താലിബാൻ അവിടെ ബഗ്രാം വ്യോമത്താവളം ട്രംപ് പിടിക്കാൻ വരുമ്പോൾ ചൈനയുമായി ചേർന്ന് അവിടേക്ക് ഒരു അറ്റാക്ക് നടത്താൻ ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊനിഷ്ടപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നവർക്ക് അറിയാം. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൂടെ താലിബാന്റെ ശ്രദ്ധ കൊണ്ടുവരാനാണോ ഇപ്പൊ ഇത്തരത്തിലൊരു വ്യോമാക്രമണം ഈ ജനങ്ങൾക്ക് മേലെ തന്നെ തെഹ്രീക്കെ താലിബാൻ എന്ന് പറഞ്ഞ് നടത്തുന്നത് പാകിസ്ഥാൻ? തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് കരുതാം. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, ബലൂചിസ്ഥാനിലും തെഹ്രീക്കെ താലിബാന്റെ സെന്ററുമായ ഖൈബർ പക്തൂൺ മേഖലയിലൊക്കെ പാക് പട്ടാളത്തിന് നിരന്തരം ഓടിക്കുന്ന കാഴ്ചയായിരുന്നു. പക്ഷെ അവർക്ക് അവിടെ നിന്ന് അവരുടെ പട്ടാളത്തെ പിൻവലിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. കാരണം ഈ ആ ഒരു പടിഞ്ഞാറൻ മേഖലയിൽ താലിബാന്റെ സൈന്യം, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാന്റെ സൈന്യം അവിടെ അണിനിരക്കുന്ന ഒരു കാഴ്ച. ഒപ്പം തന്നെ ബലൂചിസ്ഥാനിലും ഖൈബർ പക്തൂൺ മേഖലയിലും പാക് പട്ടാളത്തിന് നേരെ വരുന്നു. ഇതിനിടയിലാണ് ഇന്ത്യയുടെ കനത്ത പ്രഹരവും. അപ്പോൾ പാകിസ്ഥാൻ എന്തായാലും ഒരു കണക്കൂട്ടലിലേക്കാണ്, ഞങ്ങൾക്ക് എന്തോ ഒരു വലിയത് സംഭവിക്കാൻ പോകുന്നു, അതിനു മുമ്പ് ഈ അവരുടെ രാജ്യത്തുള്ള അവർക്കെതിരെ തിരിയുന്നവരെ ഇല്ലായ്മ ചെയ്യുക. ഇപ്പൊ തനിഷ് പറഞ്ഞത് കണക്ക് താലിബാനുമായിട്ട് ക്ലാഷ് നിൽക്കുന്നു. അവിടത്തേക്ക് ഇപ്പോൾ ഈ വരുന്നു നമ്മുടെ ട്രംപും വിമാനത്താവളമായിട്ട് അമേരിക്കൻ 10,000 പട്ടാളക്കാരെ അയക്കുമെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ട്, ട്രംപ് പറഞ്ഞില്ലെങ്കിൽ കൂടി വരുന്ന റിപ്പോർട്ട്. ഇതിനിടയിലാണ് പാകിസ്ഥാൻ സ്വന്തം ജനതയെ തന്നെ കൊന്നിട്ട് അവിടെ ക്ലിയർ ചെയ്യാനുള്ള ശ്രമം. അതായത് ഇനി ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആഭ്യന്തരമായിട്ട് തങ്ങൾക്കെതിരെ ക്ഷീണിപ്പിക്കുന്ന ഒന്നും തന്നെ സംഭവിപ്പിക്കരുത് എന്ന് കരുതിയിട്ടാകാം ഒരുപക്ഷെ അങ്ങനെ ചെയ്തത്. പക്ഷേ ഈ ക്ലാഷ് കുറച്ചുകൂടി രൂക്ഷമാകാനേ സാധ്യതയുള്ളൂ, പ്രത്യേകിച്ച് താലിബാൻ സംബന്ധിച്ച്. കാരണം താലിബാന്റെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ്. സാംസ്കാരികപരമായും സാമൂഹികപരമായും ഒക്കെ അവരുടെ തന്നെ ഒരു വേര എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായി തന്നെ അവരിതിൽ പ്രതികരിക്കാതിരിക്കില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പും താലിബാൻ ഇതുകൊണ്ട് പലവട്ടം പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അടുത്ത സമയത്ത് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സൈനിക പോസ്റ്റുകൾ തകർത്തതും അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് ഇട്ടതും മിസൈൽ ഇട്ടതും ഒക്കെ നമ്മൾ വാർത്തയാക്കിയിട്ടുള്ളതാണ്. ഏതായാലും ഇത് വീണ്ടും ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ഇപ്പൊ സ്വാഭാവികമായും പുറത്തുള്ള ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സശ്രദ്ധം നിരീക്ഷിക്കുമായിരിക്കാം, കാരണം ഈ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നത്. പക്ഷെ നിലവിൽ ഇന്ത്യക്ക് അതിൽ നേരിട്ട് ഇടപെടാനുള്ള സ്കോപ്പില്ല. കാരണം സ്വന്തം രാജ്യത്തെ ജനത്തിനെ കൊല്ലാൻ അവർ തന്നെ ബോംബിട്ടതിന് നമുക്ക് ഇടപെടാൻ പറ്റില്ല. പക്ഷെ അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഈ സംഘർഷം, അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷമായാലും ഇനി ഖൈബർ പക്തൂൺ മേഖലയുടെ ഒരു ഇപ്പുറത്തെ വശത്ത് ബലൂചിസ്ഥാനിൽ ഒരു വലിയ സംഘർഷം, POKയിൽ ഒരു സംഘർഷം വരാനുള്ള സാധ്യത പാകിസ്ഥാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അവരുടെ പോലീസുകാരെ പിൻവലിച്ചെന്നൊരു വാർത്തയും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. ഇതിനിടെയാണ് രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന വന്ന്. എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഇത് വളരെ മൃഗീയമായ, ഒരു രാജ്യവും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് തന്നെ നമുക്ക്
പറയേണ്ടി വരും.